ഒരു സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ 0.01 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. എത്ര ഡിവിഷൻസ് ഉണ്ട്? നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര തന്നിട്ടുണ്ട്? 50 ഡിവിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിച്ച് എത്രയാണ്? ഒരു ലീസ്റ്റ് കൗണ്ടിന് ഒരു സ്ക്രൂ ഗേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പിച്ച് എന്താ ലീസ്റ്റ് കൗണ്ട് എന്താണെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ഒരു സ്ക്രൂ ഗേജിനെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് TET 2020 ചോദിച്ച ചോദ്യം. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ 2020 കഴിഞ്ഞ 3 ചോദ്യങ്ങളാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ പിച്ച് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. ലീസ്റ്റ് കൗണ്ട് വെച്ചാൽ പിച്ച് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ പിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പിച്ച് ഈക്വൽ ടു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ് ചെയ്താൽ മതി. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.01 ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് 50 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടില്ലേ? മില്ലിമീറ്റർ. 0.5 മില്ലിമീറ്റർ. ഓപ്ഷൻ സി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2020 നീറ്റ് തന്നെ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു സിഗ്നിഫിക്കന്റ്, ഇത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സിഗ്നിഫിക്കന്റ് ഫിഗർ നീറ്റിന് ചോദിക്കുന്ന 9.99 മീറ്ററും 0.0099 മീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ചോദ്യം. കൺസിഡറിങ് സിഗ്നിഫിക്കന്റ് ഫിഗർ. വിത്ത് റെസ്പെക്ട് ടു സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതായിരിക്കും ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ മിനിമം എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്? ഡെസിമലിന് ശേഷം നോക്കിയേ. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര ഉണ്ട്? 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റുണ്ട്. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അതിന് മുമ്പിൽ അവരുടെ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ അത് ആൻസറിൽ കമന്റ് ചെയ്യുക. ഓക്കെ, 0.0099 മീറ്റർ. ഓക്കെ, ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? അല്ലെങ്കിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട്? എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട്? ഈ 0.009 മീറ്ററിൽ എത്ര എണ്ണം ഉണ്ട്? ഞാൻ പറയുന്നു ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, 3, none of these. ഈ ഒരു ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓപ്ഷനിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ശരി ഇവിടേക്ക് ക്വസ്റ്റ്യനിൽ തിരിച്ചു വരാം. ഈ 9.99 മീറ്ററിൽ ഡെസിമലിന് ശേഷം 2 എണ്ണം ഉണ്ട് അല്ലെ? ഇവിടെ ഡെസിമലിന് ശേഷം എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട് എന്നുള്ളത് 2 ആണോ 4 ആണോ 3 ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ എന്തായാലും ഇവിടെ മിനിമം എന്തായാലും ഡെസിമലിന് ശേഷം 2 എണ്ണം മിനിമം വരുന്നുണ്ട്. ഡെസിമലിന് ശേഷം നിങ്ങൾ ഇത് കൺസിഡർ ചെയ്താലും ഈ ഒരു നമ്പർ കൺസിഡർ ചെയ്താലും മിനിമം എത്ര എണ്ണം വരുന്നുണ്ട്? 2 നമ്പർ ഡെസിമലിന് ശേഷം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും ഡെസിമലിന് ശേഷം എത്ര വരാൻ പാടുള്ളൂ? 2 എണ്ണേ വരാൻ പാടുള്ളൂ. അതാണ് അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും പ്രത്യേകത. ഇവിടെ നോക്കിയ ഡെസിമലിന് ശേഷം 4 എണ്ണം ഉണ്ട്. ഇവിടെ ഡെസിമലിന് ശേഷം 3 എണ്ണം ഉണ്ട്. ഇവിടെ ഡെസിമലിന് ശേഷം 1 ഉള്ളൂ. നമുക്ക് എത്ര വരുന്നു? ഡെസിമലിന് ശേഷം 2 എണ്ണം വരണം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്, ഓപ്ഷൻ ബി. അല്ലെങ്കിൽ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അടുത്ത ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം, ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആൻസറിൽ കമന്റ് ചെയ്യുക. കമന്റ് യുവർ ആൻസർ ഓൺ ദി ബോട്ടം ഓഫ് ദി വീഡിയോ. നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റിൽ ആൻസർ ചെയ്യുക. ഇതില് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രഷറിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ml⁻⁻1 T⁻². നീറ്റ് 2020 ആണ് മൂന്നാമത്തെ ചോദ്യം. നീറ്റ് പ്രഷറിന്റെ ഡയമെൻഷൻ സെയിം ഡയമെൻഷൻ തന്നെ ആയിരിക്കും സ്ട്രെസ്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ് എല്ലാം എന്താ? സെയിം ഡയമെൻഷൻ ആണ്. ml⁻⁻1 T⁻². ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് എന്തിന്റെ ഡയമെൻഷനാ അറിയോ? ml⁻T⁻² എന്തിന്റെ ഡയമെൻഷനാ? ഫോഴ്സിന്റെ ഡയമെൻഷൻ. നോക്കിയേ, ഇത് എനർജിന്റെ അല്ലേ? ഞാൻ കാണാതെ പഠിക്കാൻ പറ്റില്ല. ദിസ് ഈസ് എനർജി. ഇത് എനർജിന്റെ ഡയമെൻഷൻ ml² T⁻². ഇതെന്തിന്റെ ഡയമെൻഷനാ? mT⁻². സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷനും ഫോഴ്സ് കോൺസ്റ്റന്റും. സർഫസ് ടെൻഷനും ഫോഴ്സ് കോൺസ്റ്റന്റും രണ്ടിന്റെയും ഡയമെൻഷൻ mT⁻² ആണ്. അതുപോലെ എനർജി
ടോർക്ക് എല്ലാത്തിന്റെയും ഡയമെൻഷൻ ml² t⁻². പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആംഗുലാർ മൊമെന്റം, ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ ml² t⁻⁻1 ആയിരിക്കും. ഇമ്പൾസ്, ലീനിയർ മൊമെന്റം, ഇമ്പൾസിന്റെ ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്താ? ml t⁻⁻1 ആയിരിക്കും. ml t⁻, മാസിന്റെ വെലോസിറ്റി അല്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്താ? വാട്ട് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ്? തെർമൽ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് എന്താ? വാട്ട് പെർ മീറ്റർ പെർ കെൽവിൻ. കാണാതെ പഠിച്ചാൽ അത്രയും നല്ലത്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കും? റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ Q/T = Ka × ΔT/ΔL ആണ് അല്ലെ? K എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി, A എന്ന് വെച്ചാൽ ഏരിയ, T എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, ΔL എന്ന് വെച്ചാൽ ലെങ്ത്. അപ്പൊ K ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. Qന്റെ ഡയമെൻഷൻ എന്താ? എനർജി അല്ലെ? ml² t⁻². ടൈമിന്റെ T ആണ്, ഏരിയന്റെ L² ആണ്, ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്, ലെങ്ത്തിന്റെ L ആണ്. L² കൂടെ ക്യാൻസൽ ആയി അല്ലേ? യു വിൽ ഗെറ്റ്, ഇത് കെൽവിന്റെ K ആണ്, നമുക്ക് ക്യാപിറ്റൽ K എന്ന് കൊടുക്കാം. അപ്പൊ ക്യാപിറ്റൽ K = നിങ്ങൾക്ക് എന്ത് കിട്ടും? M, ഇവിടെ എന്തുണ്ട്? ഡയമെൻഷൻ അല്ലല്ലോ അല്ലെ കണ്ടുപിടിക്കേണ്ടത്. ശരി, നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഡയമെൻഷൻ എന്ത് കിട്ടും? ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. m t⁻⁻1 എന്ന് കിട്ടും അല്ലെ? m ഉണ്ട്, t⁻⁻1 എന്ന് കിട്ടും, L ഉണ്ട്, K ഉണ്ട്. This is the dimension of thermal conductivity. ഓക്കെ, വേണമെങ്കിൽ തീറ്റ എന്ന് കൊടുത്തോ, ടെമ്പറേച്ചർ തീറ്റ എന്ന് കൊടുത്തോ. m t⁻⁻1 L തീറ്റ, തെറ്റൊന്നുമില്ലല്ലോ. ml² t⁻⁻2 t, തെറ്റുണ്ട് t⁻⁻3 അല്ലേ വരുന്നത്? m ഉണ്ട്, t⁻⁻2/t t⁻⁻3 കെൽവിൻ, ഇങ്ങോട്ടേക്ക് പോയ മൈനസ് തീറ്റ എന്ന് വരും അല്ലെ? ദിസ് ഈസ് ദി ഡയമെൻഷൻ m⁻1 t⁻⁻3 L⁻1 θ⁻⁻1. ശരിയാണെന്ന് വിചാരിക്കണം. അതൊന്നും കാണാതെ പഠിക്കണം കേട്ടോ. ആ സമയത്ത് ചോദിക്കണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. പറ്റിയ കാണാതെ പഠിച്ചാൽ നല്ലത്, അത്രയും ഞാൻ പറയുള്ളൂ. പക്ഷെ എല്ലാം കൂടി ഈ സമയത്ത് പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ശരിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. എറർ ചോദിക്കണമെങ്കിൽ സിമ്പിൾ ആട്ടോ. എറർ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് 2019. അപ്പൊ ഇവിടെ എന്റെ പെർസെന്റേജ് എറർ 1%, ബിന്റെ 2%, സിന്റെ 3%, ഡിന്റെ 4% ആണെങ്കിൽ ഈ ഒരു എക്സിന്റെ പെർസെന്റേജ് എറർ എന്താണെന്ന് ചോദ്യം. ഇവിടെ എന്റെ പവർ 2 അല്ലേ? അപ്പൊ ടോട്ടൽ പെർസെന്റേജ് എററിന് എക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്റെ പവർ 2 അല്ലേ? അപ്പൊ 2 × 1 ചെയ്യാം, പ്ലസ് ബിന്റെ 2 ആണ്, പവർ 1/2 ആണ്, സോ 1/2 × 2 ചെയ്യാം. സിന്റെ പവർ 1/3 ആണ്, സോ 1/3 × 3 ചെയ്യാം, പ്ലസ് ഡി 3 ആണ് അല്ലെ? ഡിന്റെ പവർ 3 ആണ്, 3 × 4 ചെയ്യാം. അപ്പൊ 2 + 1 + 1 + 12 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16% എന്ന് കിട്ടും. ഓപ്ഷൻ സി. മനസ്സിലായോ? ജനറൽ ആയിട്ട് x = p⁻A, q⁻B, r⁻C ആണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സിന്റെ പെർസെന്റേജ് എറർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പിന്റെ പവർ കൊണ്ട് അതിന്റെ പെർസെന്റേജ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്യൂവിന്റെ പവർ കൊണ്ട് അതിന്റെ പെർസെന്റേജ് മൾട്ടിപ്ലൈ ചെയ്യുക, ആറിന്റെ പവർ കൊണ്ട് അതിന്റെ പെർസെന്റേജ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ്. ഒരു ചോദ്യം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ഒരു ചോദ്യം നോക്കി, പൗസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. പെർസെന്റേജ് എറർ പി എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. എന്റെ പവർ എത്രയാ? 3, അതിന്റെ പെർസെന്റേജ് 1. ബിന്റെ പെർസെന്റേജ് 2, അതിന്റെ പെർസെന്റേജ് 2. സിന്റെ പവർ 1 ആണ്, സിന്റെ പവർ 1, അപ്പൊ അത് × 3. ഡിന്റെ പവർ 1 ആണ്, അത് × 4. അപ്പൊ എന്ത് കിട്ടും? 3 + 4 + 3 + 4, 14% എന്ന് കിട്ടും. 14% ഓപ്ഷൻ സി. എന്ത് സിമ്പിൾ.
അല്ലേ? അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കുക. ചോദ്യം കാണുമ്പോൾ എന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കും. A student measures a distance traveled by a free fall of a body initially at rest given in a time. He uses this data to estimate g, the acceleration due to gravity. If maximum percentage error in the measurement of distance and time are e1 and e2 respectively, percentage error in the estimation of g. Simple ആയിട്ട് പറയാം, ഒരു freely falling body, okay, starting from rest, അല്ലേ? ഒരു freely falling body ന്റെ പെർസെൻറ്റേജ് എറർ ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് E1 ഉം പെർസെൻറ്റേജ് എറർ ഇൻ ടൈം എന്ന് പറയുന്നത് E2 ഉം ആണെങ്കിൽ വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് എറർ ഇൻ എക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് h ഈക്വൽ ടു അല്ലെങ്കിൽ l ഈക്വൽ ടു ഹാഫ് GT² അല്ലേ? എറർ കാണുമ്പോൾ കോൺസ്റ്റന്റ് ഒന്നും വേണ്ട കേട്ടോ, കോൺസ്റ്റന്റ് ഒക്കെ നമുക്ക് കളയാം. അപ്പൊ g ഈക്വൽ ടു എന്ത് കിട്ടും? L/T² എന്ന് കിട്ടും. L/T². L × 1 അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് എറർ ജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 × പെർസെൻറ്റേജ് ലെങ്ത് പ്ലസ് 2 × പെർസെൻറ്റേജ് ടൈം ചെയ്താൽ മതി. സോ 1 × പെർസെൻറ്റേജ് ലെങ്ത് E1 ആണ്, പെർസെൻറ്റേജ് ടൈം E2 ആണ്. അപ്പൊ നിങ്ങൾക്ക് E1 + 2E2 എന്ന് കിട്ടും. E1 + 2E2 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. The pair of quantities having same dimension, ഒരേ ഡയമെൻഷൻ ഉള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്കും എനർജിയും ടോർക്കിനൊക്കെ ഒരേ ഡയമെൻഷൻ ആയിരിക്കും അല്ലേ? രണ്ടുപേരുടെയും ഡയമെൻഷൻ എന്തായിരിക്കും? ml² T⁻². ബാക്കിയൊന്നും സെയിം ഡയമെൻഷൻ ആയിരിക്കില്ല. യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ പ്രഷറിന്റെ ഡയമെൻഷൻ ആണ്, അത് എനർജിക്ക് ഈക്വൽ ആയിരിക്കില്ല. ആംഗുലർ മൊമെന്റം പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ആണ്, നോട്ട് ഈക്വൽ ടു വർക്ക്. ഇമ്പൾസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് അല്ലെ? സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ആണ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.